കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ. കുഞ്ഞിനെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ്. ഇന്ന് രാവിലെയാണ് ഉറങ്ങാൻ കിടന്ന 6 വയസ്സുകാരിയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിയ ബേബി വിവരങ്ങൾ നൽകും. റിയ, ഇങ്ങനെ കുഞ്ഞിന്റെ മരണം വരുന്നു, അതിൽ കൊലപാതകമെന്നുള്ള സംശയത്തിലെത്തുന്നു, കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നു. അതൊടുവിൽ ഇപ്പോൾ രണ്ടാനമ്മയാണെന്ന കാര്യം കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. എന്തിനാണ് ഈ ക്രൂരത? എന്തിനാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാക്കിയിരുന്നു. അതിൽ പ്രാഥമികമായി തന്നെ കുഞ്ഞിന്റെ മരണം ശ്വാസം മുട്ടിയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അത് തന്നെ പോലീസിന് വലിയൊരു സംശയത്തിനിടയാക്കിയിരുന്നു. അതേ തുടർന്ന് കുട്ടിയുടെ ഒപ്പം താമസിച്ചിരുന്ന രണ്ടാനമ്മയും കുട്ടിയുടെ അച്ഛനെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വീടിനകത്തുണ്ടായിരുന്ന കുഞ്ഞിനൊപ്പം താമസിച്ചിരുന്ന രണ്ടാനമ്മയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോഴും ഈ കുട്ടിയുടെ അച്ഛനെയും രണ്ടാനമ്മയും ചോദ്യം ചെയ്യുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നിർണായകമായത്. 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. രാവിലെ കുട്ടിയുടെ അച്ഛനാണ് മകൾ അനക്കമില്ലാതെ വീടിനകത്ത് കിടക്കുന്നു എന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത്. പിന്നീട് ഇത് വാർഡ് മെമ്പറെ കൂടി അറിയിക്കുകയായിരുന്നു. അങ്ങനെ അവർ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ശ്വാസം മുട്ടിയാണ് മരണമെന്ന വാർത്ത പുറത്തു വരുന്നു. അവിടെയാണ് പോലീസിന് സംശയം തോന്നിയത്. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾ തന്നെ പോലീസ് ചോദ്യം ചെയ്തു. വർഷങ്ങളായി കോതമംഗലത്ത് താമസിക്കുന്ന ആളാണ് ഈ കുട്ടിയുടെ അച്ഛൻ. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അടുത്തിടെയാണ് ഈ മറ്റൊരാളെ കല്യാണം കഴിച്ചതും അവർ കോതമംഗലത്തേക്ക് താമസം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് രണ്ടാനമ്മ അവരിപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? താനാണ് കൊലപ്പെടുത്തിയെന്നുള്ള കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ? അവരെത്ര വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്? ഈ കുഞ്ഞിന് മറ്റ് സഹോദരങ്ങളുണ്ടോ? ഇവരുടെ മറ്റു പശ്ചാത്തലം എന്താണ്? ഇങ്ങനൊരു കൊലപ്പെടുത്താൻ മാത്രം എന്ത് വൈര്യമാണ് ഈ 6 വയസ്സുകാരിയായ കുഞ്ഞിനോട് ഈ അമ്മയ്ക്കുണ്ടായിരുന്നത്? ഈ UP സ്വദേശിയായ ഈ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ വർഷങ്ങളായി, ഏതാണ്ട് 20 വർഷത്തിലധികമായി കോതമംഗലത്ത് താമസിക്കുന്ന ആളാണ്. ഇവർ സ്വന്തമായി തന്നെ കോതമംഗലത്ത് വീട് വാങ്ങുകയും അവിടെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ആളാണ്. അടുത്തിടെയാണ് ഈ കൊലപാതകം നടത്തിയ കുട്ടിയുടെ രണ്ടാനമ്മയായ ഇവരെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും ഒരുമിച്ച് കോതമംഗലത്തെ വീട്ടിൽ താമസം തുടരുകയും ചെയ്യുന്നു. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുന്നത്. ആലുവ റൂറൽ SP തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തി മാധ്യമങ്ങളോട് സംസാരിക്കും. അദ്ദേഹം ഇപ്പോഴും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നു. ഈ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒപ്പം കിടന്നുറങ്ങിയ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുണ്ടായ എന്ത് പ്രശ്നമാണ്, എന്താണ് ആ സാഹചര്യം എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ അറിയുന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ആ സമയത്താണ് ഈ കൊലപാതകം നടന്നത് എന്നൊരു സൂചന പോലീസിന്റെ മുമ്പിലുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ റൂറൽ SP മാധ്യമങ്ങളെ കാണും. ഏതാണ്ട് ഉച്ചയ്ക്ക് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നത് പോലീസ് ഉറപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആലുവ റൂറൽ SP വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും 6 വയസ്സ് മാത്രം പ്രായമുള്ള രാത്രിയിൽ രണ്ടാനമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞാണ് രാവിലെ ചലനമറ്റ് ശ്വാസമറ്റ് വീടിനകത്ത് കണ്ടത്. കുട്ടിയുടെ അച്ഛൻ തന്നെ നാട്ടുകാരെയും വാർഡ് മെമ്പറെയും വിവരമറിയിക്കുകയായിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. അതാണ് ഇതിൽ സംഭവിച്ചത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായതും. അവിടെ നിന്നാണ് പോലീസ് ഈ കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുകയും ഏറ്റവും ഒടുവിൽ രണ്ടാനമ്മയാണ് ഈ കൊടും കുറ്റകൃത്യത്തിന് പിന്നിലെന്ന കാര്യം പോലീസ് കണ്ടെത്തുകയും ചെയ്തതിൽ ഔദ്യോഗിക പ്രതികരണം ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും.